Hi dears, welcome back to Mayflower. Here we are discussing the chapter Abandoned Schoolhouse on Long Beach by Fred Chappell. It's a poem that is included in the AEC literature paper. Second sem FIUGP second sem AEC literature paper Abandoned Schoolhouse on a Long Beach എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. And it was written by Fred Chappell. Fred Chappell is an American poet whose poems depict the natural beauty of Appalachian region, southern rural part of America. പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനാണ് ഫ്രെഡ് ചാപ്പൽ. അദ്ദേഹത്തിൻ്റെ കവിതകൾ നാച്ചുറൽ ബ്യൂട്ടി വിവരിക്കുന്ന കവിതകളാണ്. അപ്പലാച്ചം എന്ന പ്രദേശം അമേരിക്കൻ്റെ സദേൺ പാർട്ടാണ്. ആ ഗ്രാമഭംഗി വിവരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റേത്. And his poems reveal themes of memory, family, nature and human conditions with all its vigor and intellectual depth. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന തീംസ് മെമ്മറി, അതേപോലെ തന്നെ ഫാമിലി, നേച്ചർ, അതേപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻസ്, മനുഷ്യൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് we can see a blend of personal experiences and universal concern also. അതേപോലെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. അതോടൊപ്പം തന്നെ പ്രപഞ്ച സത്യങ്ങൾ അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ള ആ സത്യങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഓൺ ലോങ് ബീച്ച് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് കളക്ഷൻ സോഴ്സ് ഇൻ 1985. അദ്ദേഹത്തിൻ്റെ കളക്ഷനായ സോഴ്സിലാണ് 1985 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതിലാണ് ഈ അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഓൺ ലോങ് ബീച്ച് എന്ന ഈ കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് പിക്ചേഴ്സ് ദ ഹോണ്ടിങ് എക്സ്പീരിയൻസസ് ഓഫ് ആൻ അബാൻഡൻഡ് സ്കൂൾ ഹൗസ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ തെക്കൻ പ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രദേശത്തെ ഒരു അബാൻഡൻഡ് മീൻസ് ആളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു സ്കൂൾ ഹൗസാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. And it portrays how a school building becomes silent and decayed through the passage of time. അതായത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു സ്കൂൾ ഹൗസ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വിഗർ നേച്ചർ നഷ്ടപ്പെട്ടിട്ട് ടോട്ടലി സൈലൻ്റായി മാറുന്നത് എന്നതാണ് കാണിക്കുന്നത്. അതായത് നമുക്കറിയാം സ്കൂൾ എന്നത് ഒരു ബിസി ഏരിയ ആണ്. കുട്ടികളെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും ഒക്കെ നിറഞ്ഞ് എപ്പോഴും ആക്റ്റീവായ ഒരു പ്രദേശമാണ് ഒരു സ്കൂളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അവിടെ ശബ്ദം ഉള്ള ഒരു പ്രദേശമാണ്. അതേസമയം അത് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷമായി മാറുന്നു. അതേപോലെ ഒരു കാലത്ത് വളരെ ആക്റ്റീവായിരുന്ന ഈ ഒരു പ്രദേശം പിന്നീട് എങ്ങനെ സൈലൻ്റായി മാറുന്നു, അതേപോലെ ഡീക്കേഡ് സ്റ്റേറ്റിൽ നശിച്ച അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ആ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാം നഷ്ടമാകും എന്ന ഒരു തീമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് വൺസ് ഫുൾ ഓഫ് എനർജി ആൻഡ് ലാഫ്റ്റർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ പോം ബിക്കോസ് ദാറ്റ് പാസേജ് ഓഫ് ടൈം റീറോഡ്സ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് കാലത്തിൻ്റെ പോക്കിൽ എല്ലാം പ്രാധാന്യമില്ലാത്തതായി മാറുന്നു. നമ്മൾ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന പലതും പ്രാധാന്യമില്ലാത്തതായി മാറും എന്ന ഒരു നഗ്ന സത്യമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. Then we can move on to the poem. Abandoned school house on Long Beach. Long Beach എന്നത് it is a long road in the southernmost part of America. അതായത് ആ വില്ലേജിൽ അമേരിക്കയുടെ തെക്കൻ പ്രദേശമാണ്. അവിടെയുള്ള ഒരു ഒഴിഞ്ഞ സ്കൂൾ, അതായത് ഇപ്പോഴും ആരുമില്ലാത്ത ഉപയോഗശൂന്യമായ ഒരു സ്കൂൾ, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ആൻഡ് ദ ഫൈനൽ സ്കോളർ സ്ക്രോൾസ് ഹിസ് ലോങ് ബ്ലാക്ക് നെയിം ഇൻ ആസിൽ ഡസ്റ്റ്, licks the air with his tendril double tongue, coils up in the shadow of a busted chair. ഇനി ആ സ്കൂളിൽ ആളൊഴിഞ്ഞ സ്കൂളാണ്, അതായത് ആൾപ്പാർപ്പൊന്നുമില്ലാത്ത ആൾതാമസമില്ലാത്ത കുട്ടികളൊന്നുമില്ലാത്ത ഒരു സ്കൂൾ. അത് അവിടേക്ക് ദ ഫൈനൽ സ്കോളർ, അവസാനത്തെ ആളവിടെ എത്തി. സ്കോളർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്നുള്ള അർത്ഥം. ഇവിടെ അവസാനത്തെ അതിഥി എത്തുന്നു. ഇറ്റ് സ്ക്രോൾസ് ഹിസ് ലോങ് ബ്ലാക്ക് നെയിം ഇൻ ആസിൽ ഡസ്റ്റ്, അതായത് പൊടി പിടിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് ആ അവസാനത്തെ അതിഥി അവൻ്റെ പേരെഴുതുന്നു. എന്ന് പറഞ്ഞാൽ
ഒരു പാമ്പാണ്. ദ ലാസ്റ്റ് സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഇസ് എ സ്നേക്ക്. ആൻഡ് വെൻ ഹീ എൻറ്റേഴ്സ് ദ റൂം, ഇവിടെ സ്ക്രോളിംഗ് ആണ്, ഇഴഞ്ഞു വരുന്ന പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ തന്നെ പൊടി പിടിച്ച് കിടക്കുന്ന ആ സ്കൂൾ അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിലേക്ക് കയറി ഇഴഞ്ഞു വരുമ്പോൾ അവിടെ അതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നു. അതായത് സ്നേക്ക് എന്നുള്ളത് ആ ഇഴഞ്ഞു വരുന്ന ആ ഇഴച്ചിലിൽ അതിൻ്റെ ആ ഒരു വ്യക്തിത്വം വെളിപ്പെടുത്തും. ആൻഡ് ലിറ്റ്സ് ദ എയർ വിത്ത് ഹിസ് ടെൻഡിൽ ഡബിൾ ടഗ്. അവിടെ ആ പാമ്പ് അതിൻ്റെ ആ ഒരു പത്തി വിടർത്തി ഇങ്ങനെ ഇഴഞ്ഞ് കയറി വരികയാണ് ക്ലാസ് റൂമിലേക്ക്. ആൻഡ് കോയിൽസ് അപ്പ് ഇൻ ദ ഷാഡോ ഓഫ് എ ബാസ്റ്റഡ് ചെയർ. ബാസ്റ്റഡ് ചെയർ മീൻസ് ഡിസ്ട്രോയിഡ് ചെയർ. അവിടെ നശിച്ച് കിടക്കുന്ന ഒരു ചെയറിൻ്റെ അടിയിലേക്ക് ആ പാമ്പ് തല പൊക്കി പിടിച്ചാണ് വരുന്നത്. കയറി വന്ന പാമ്പ് ചുരുണ്ടുകൂടി അവിടെ കിടന്നു. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അത് വന്ന വഴിയിൽ ആ വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് ഇഴഞ്ഞു വന്ന വഴിയിൽ നിറയെ പൊടിയാണ്. ആ പൊടിയുടെ ഇടയിലൂടെ ഇഴഞ്ഞു വരുമ്പോൾ ആ വഴി ഇങ്ങനെ കാണുന്നുണ്ട്. ആൻഡ് ഡോസസ് ലൈക്ക് ദ ഫാമർ ബോയ്സ്. ഡോസസ് മീൻസ് ആടുക. അത് കയറി ആ ക്ലാസ് റൂമിലേക്ക് കയറി വന്നിട്ട് ആ പാമ്പ് ഇങ്ങനെ ആടുന്നു. ആരെ പോലെ? ലൈക്ക് ദ ഫാമർ ബോയ്സ്. ഹിയർ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി. സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് കാണാൻ കഴിയും. ആരെ പോലെ? ദിസ് സ്നേക്ക് ഇസ് കമ്പയർഡ് ടു ദ ഫാമർ ബോയ്സ്. നമ്മൾ പറഞ്ഞു വില്ലേജ് ഏരിയ ആണ്, ഫാമിംഗ് ആണ് അവിടുത്തെ പ്രധാന വരുമാന മാർഗം. സോ ദ ഫാമർ ബോയ്സ് അവരുടെ പ്രത്യേകത എന്താണ്? ഹൂ നെവർ ഗോഡ് സ്റ്റേറ്റ് ദ ക്യാപിറ്റൽ ഓഫ് ഇഡാഹോ. ഇഡാഹോയുടെ ക്യാപിറ്റൽ അറിയാത്ത കുട്ടികൾ, അതായത് മര്യാദയ്ക്ക് പഠിക്കാത്ത കുട്ടികൾ. ആൻഡ് the capital of Idaho found out the joys of long division and learned what all. പഠിക്കുന്നതൊന്നും അറിയില്ല, ഡിവിഷൻസ് അതായത് മാത്സിലെ പ്രോബ്ലം ഒന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ, മര്യാദയ്ക്ക് ക്യാപിറ്റൽ അറിയില്ല, ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ പഠിക്കാത്ത കുറേ ഫാമർ ബോയ്സ് അവരിങ്ങനെ ക്ലാസ്സിൽ വന്ന് എന്താണ് കുരുത്തക്കേടുകൾ കളിക്കുന്ന പോലെ ഈ പാമ്പ് ഇവിടെ കയറി വന്നിട്ട് ഇങ്ങനെ ആടിക്കളിക്കുന്നു. അതായത് ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് ജോയ്. അതേപോലെ ഈ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഫാമർ ബോയ്സിൻ്റെ പ്രത്യേകത ദേ ഫൈൻഡ് ജോയ് ഇൻ എവറിത്തിങ്. എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളാണ്. പഠിക്കാനറിയില്ല, മാത്സ് പ്രോബ്ലംസ് അറിയില്ല, അതേപോലെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയില്ല എങ്കിൽ തന്നെയും ദേ ക്യാൻ ഫൈൻഡ് ജോയ് ഇൻ എവറിത്തിങ്. അതേപോലെ എന്ത് ചെയ്യുന്നു? ദോസ് ബുക്സ് വെയർ ഓൾ എബൌട്ട് മോസ്റ്റ് പെയിൻസ് ആർ ഗോൺ നൗ. എന്താണ്? ദോസ് ബുക്സ് വെയർ ഓൾ എബൌട്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഫാമർ ബോയ്സ് ഒന്നും പഠിക്കാത്ത കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് ഹിയർ വി ക്യാൻ സീ ദ ഫോൾട്ടി എഡ്യൂക്കേഷൻ സിസ്റ്റം. വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് പഠിക്കുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ പഠിച്ചാൽ മതി, ഒന്നും അറിയാത്തവൻ പഠിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അതായത് എന്താണ്? തീരെ അറിയാത്ത കുട്ടിയാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്സിൻ്റെ കയ്യിൽ മാത്രമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് കനോട്ട് ഇൻസ്പയർ ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളെയും പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് ഫോൾട്ടി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾ ബുക്സ് വെയർ ഓൾ എബൌട്ട് ആൻഡ് മോസ്റ്റ് പെയിൻസ് വെയർ ഗോൺ നൗ. അതായത് ആ പുസ്തകങ്ങളൊക്കെ, അതായത് അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ നശിച്ച് ജീർണിച്ച അവസ്ഥയിലാണ്, അതിൻ്റെ പേജുകളൊന്നും കാണാനില്ല. ആൻഡ് ദ വെബ് മിൽക്കി വിൻഡോസ്. അടുത്ത വിൻഡോസിൻ്റെ പ്രത്യേകത വെബ് മിൽക്കി വിൻഡോസാണ്. വെള്ള കളറാണ്, അതായത് പായലും പൂപ്പലും ഒക്കെ പിടിച്ചിട്ട് വെള്ള കളറാണ്. അതേപോലെ തന്നെ വെബാണ്, അതായത് ചിലന്തി വല, സ്പൈഡർ വെബ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു ജനാലകൾ. ആൻഡ് ആർ ഓപ്പൺ ടു ദ വേൾഡ് കോൾഡ് ഡസ്റ്റ് ആൻഡ് ഗ്രെയിൻസ്. ഈ വിൻഡോ ഓപ്പൺ ആണ്, ജനാലയ്ക്ക് വാതിലൊന്നുമില്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ വേൾഡ് ഓഫ് കോൾഡ് ആൻഡ് ഡസ്റ്റ് ഗ്രെയിൻസ്. ഡസ്റ്റ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ, അതേപോലെ തന്നെ മഞ്ഞ്, അതൊക്കെ അകത്തേക്ക് ക്ലാസ് റൂമിലേക്ക് വരാൻ പാകത്തിലുള്ള ഒരു ജനാലയാണ്. അതായത് ജനാലയ്ക്ക് വാതിലില്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പും അതേപോലെ തന്നെ പൊടിപടലങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് ക്ലാസ് റൂം വളരെ വൃത്തികെട്ട് കിടക്കുകയാണ്. ആൻഡ് swell up and show which way the wind blows, and through this window it is sure that everything enters the room. എല്ലാം ഈ റൂമിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. അതേപോലെ തന്നെ കാറ്റ് ഏത് വഴിക്കാണ് വരുന്നതെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ വരുന്ന വഴിയിലൂടെ പൊടിപടലങ്ങളും കാറ്റും എല്ലാം കയറുന്നത് കൊണ്ട് തന്നെ ആ ക്ലാസ് റൂമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. ആൻഡ് KB plus RJ cut deep in the
darkened heart of the classroom walls. ആ ക്ലാസ് റൂമിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ ക്ലാസ് റൂമിലും കാണാൻ സാധിക്കും. KJ+RJ. Now Catherine, Johnson and Roger sleep quite past the summons of the morning bell. ഇപ്പോൾ അത് ആ KJ+RJ അതിൻ്റെ അർത്ഥമാക്കുന്നത് കാതറിൻ, ജോൺസൺ ആൻഡ് റോജർ അവരുടെ പേരുകളാണ്. ആ പേരുകൾ 3 roses എന്നൊക്കെ എഴുതുന്ന പോലെ അങ്ങനെയുള്ള പേരുകൾ, അങ്ങനെയുള്ള ഷോർട്ട് ഫോം ഒക്കെ എഴുതി വെക്കാറുണ്ട്. ആ പേരുകൾ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് പാസ്റ്റ്, ഇതൊക്കെ കഴിഞ്ഞ കാലമാണ്. ദ സമൺസ് ഓഫ് ദി മോർണിംഗ് ബെൽ. മോർണിംഗ് ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു ബെല്ല് അടിക്കുന്നതിന് മുൻപ് ഈ ആളുകളൊക്കെ, അതായത് നേരത്തെ വരുന്ന ആളുകളുണ്ടാകാം, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആ ഒരു ഓർമ്മകളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അതായത് ഫ്രണ്ട്ഷിപ്പുകൾ, അല്ലെങ്കിൽ അവർ കോറിയിടുന്ന ഫ്രീ ടൈമിൽ അവരിങ്ങനെ ബെഞ്ചിലും ഡെസ്കിലും ചുമരിലൊക്കെ വരച്ചിടുന്ന ഷോർട്ട് ഫോമുകൾ, അതൊന്നും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നു. അതൊക്കെ മാഞ്ഞു പോയി. പക്ഷേ ആ കാലങ്ങളൊക്കെ മാഞ്ഞു എങ്കിലും ആ കോറിയിട്ട ലെറ്റേഴ്സ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതാണ് പറയുന്നത്. ദ ടീച്ചർ സ്ലീപ്സ് നാരോ ടു. ഇനി ടീച്ചറും ഉറങ്ങി. ഇവിടെ സ്ലീപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടീച്ചർ ഈസ് ഓൾസോ ഡൈഡ്. അധ്യാപികയും അല്ലെങ്കിൽ ആ ടീച്ചർ മരിച്ചുപോയി. ആൻഡ് ഓൺ യോണ്ടർ സൈഡ് ഓഫ് സ്റ്റാർട്ട്ലിംഗ് മൗണ്ടൻ. എവിടെയാണ്? ആൻഡ് ഷീ മേ ബി അല്ലെങ്കിൽ ഹി മേ ബി ഇൻ ദ മൗണ്ടൻ സൈഡ്. ഒരു പക്ഷേ അടക്കിയത് ആ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്മശാനമോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, അവിടെയാണ് ഉറങ്ങുന്നത്. ആസ് സിസ്റ്റം വിത്ത് ഹെർ ഗ്രേവ് ആസ് എ ലൗട്ടിഷ് ബ്ലണ്ടർ ഇൻ ദ ബൈബിൾ വേഴ്സ് ഷീ സെറ്റ് ദം ടു ലേൺ. എന്ത് ചെയ്യുന്നു? ആസ് സിസ്റ്റം വിത്ത് ഹെർ ഗ്രേവ് ആസ് എ ലൗട്ടിഷ് ബ്ലണ്ടർ. എന്താണ്? ദിസ് ടീച്ചർ ഈസ് ഓൾവേസ് സീൻ വിത്ത് എ സ്റ്റിക്ക്. കയ്യിൽ വടിയുമായിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് കാണുന്ന ഒരു ടീച്ചർ. ആൻഡ് ദിസ് ടീച്ചർ ഈസ് ഓൾസോ സ്ലീപ്സ് നൗ. ആ ടീച്ചറും എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും ഉറങ്ങുകയാണ്. ദാറ്റ് മീൻസ് ദിസ് ടീച്ചർ ഈസ് ഓൾസോ ഡെഡ്. ആൻഡ് ഇൻ ദ ബൈബിൾ വേർഡ്സ് വിത്ത് എ ലൗട്ടിഷ് ബ്ലണ്ടർ വിത്ത് എ ബൈബിൾ വേഴ്സ് ആസ് ഷീ സെറ്റ് ദം ടു ലേൺ. അതായത് എന്താണ്? ദ പാത്ത് ഓഫ് ഗ്ലോറി ലീഡ്സ് ബട്ട് ടു ദ ഗ്രേവ്. മരണം അല്ലെങ്കിൽ ഓ മാൻ യു ആർ ഡസ്റ്റ് ആൻഡ് യു റിട്ടേൺ ടു ഡസ്റ്റ്. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങൂ എന്ന് പറയുന്ന ബൈബിൾ വചനം പോലെ ടീച്ചറും ഇപ്പോൾ, വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന ടീച്ചറും ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങിയിരിക്കുന്നു, മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ പാസേജ് ഓഫ് ടൈം ടേക്സ് അവേ എവറിത്തിങ്. കാലത്തിൻ്റെ പോക്കിൽ എല്ലാം നഷ്ടപ്പെടുന്നു. അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര സമ്പത്തുള്ള ആളുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്കും എത്ര വലിയ ആളായാലും മരണത്തിന് കീഴടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നാശോന്മുഖമായി മാറും എന്നുള്ള ആ ഒരു മെസ്സേജാണ് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് സൺസെറ്റ് വാഷസ് ദ ബ്ലാക്ക് ബോർഡ്. ഇവിടെ സൺസെറ്റ് വാഷസ് വൃത്തിയാക്കുന്നു ദ ബ്ലാക്ക് ബോർഡ്. അതായത് ബ്ലാക്ക് ബോർഡിനെ ദി സൺസെറ്റ് ഡെക്കറേറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്. അസ്തമയ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പല പല ചിത്രങ്ങൾ ബ്ലാക്ക് ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ബീസ് റിട്ടേൺ ടു ദ റിച്ച് ആറ്റിക് നെസ്റ്റ്. ഒരുപാട് തേനീച്ചക്കൂട്ടങ്ങൾ അവിടെയുണ്ട്. അവയൊക്കെ അവയുടെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. റിട്ടേൺ ടു ദി റിച്ച് ആറ്റിക് നെസ്റ്റ്. റിച്ച് നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറ്റ് ഈസ് റിച്ച് വിത്ത് ഹണി ബീസാണ്. ആ തേനീച്ചക്കൂട്ടങ്ങൾ തേനുമായിട്ട് അവയുടെ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തേനീച്ചക്കൂട്ടങ്ങൾ തേനുമായിട്ട് അവയുടെ കൂട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് വെയർ മച്ച് ഈസ് സ്റ്റോർഡ്. ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ തേന് ഈ കൂട്ടിൽ ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെയർ വോക്കലൈസ് എൻട്രൻസസ് ദി നേറ്റീവ് ട്രാങ്കിൾ ഡസ്റ്റ്. എന്തു ചെയ്യുന്നു? ആൻഡ് ദെയർ വോക്കലൈസ്, അവയുടെ ശബ്ദം. ഈ ബീസിൻ്റെ ബസിങ് സൗണ്ട്, ബീസിൻ്റെ ആ ഒരു ബസിങ് സൗണ്ട് എന്നുള്ള ആ സൗണ്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് എൻട്രാൻസ് ദ നേറ്റീവ് ട്രാങ്കിൾ ഡസ്റ്റ്.
എൻട്രാൻസിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നു. ആ ഒരു പൊടി പിടിച്ച പ്രദേശത്ത് ഈ തേനീച്ചയുടെ മുരളൽ മാത്രം നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കും, വേറൊന്നുമില്ല. പണ്ട് ഒരു കാലത്ത് കുട്ടികളുടെ ശബ്ദം കൊണ്ട് മുഖരിതമായിരുന്ന ആ ഒരു സ്കൂൾ ഏരിയ, ഇറ്റ് ഈസ് നൗ ഫിൽഡ് വിത്ത് ദ വോയിസ് ഓഫ് ദ ബീസ്, ദാറ്റ് ഈസ് ദ ബസിങ് സൗണ്ട് ഓഫ് ദി ബീസ്. ഇവിടെ നമുക്ക് പല തീമും കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട തീമാണ് നേച്ചർ വേഴ്സസ് ആർട്ടിഫിഷ്യാലിറ്റി. പ്രകൃതിയുടെ ആ ഒരു മുന്നേറ്റം, അതായത് മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങളും അവസാനിക്കുക, അതിനൊരു അവസാനം ഉണ്ടാകും. അതേസമയം പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ എന്നത് ഇറ്റ് ഈസ് നെവർ എൻഡിങ് ആൻഡ് ഇറ്റ് ഹാസ് ലൈഫ്. മനുഷ്യനിർമ്മിതമായ എല്ലാ കാര്യങ്ങളും, ഇപ്പം വിൻഡോ നമ്മൾ പറഞ്ഞു, ക്ലാസ് റൂം പറഞ്ഞു, അതേപോലെ തന്നെ ആ ഒരു സ്കൂൾ ബിൽഡിംഗ്, ഇതൊക്കെ നശിക്കുന്നതാണ്, മനുഷ്യനിർമ്മിതമാണ്, ഇതൊക്കെ നശിക്കുന്നതാണ്. അതേസമയം നേച്ചർ, സൺസെറ്റ്, അതേപോലെ തന്നെ ബീസ്, പിന്നീട് നമ്മൾ പറഞ്ഞ സ്നേക്ക്, അങ്ങനെയുള്ള ഡസ്റ്റ്, ഇതൊക്കെ സൺസെറ്റ് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇതൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ആൻഡ് ഇറ്റ് ഈസ് നെവർ എൻഡിങ്, അത് ഒരിക്കലും നശിക്കുന്നില്ല. ഈ തീംസ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീമാണ് with the course of time or with the passage of time everything has to surrender to the age. കാലത്തിന് എല്ലാത്തിനും കീഴടങ്ങേണ്ടതായിട്ട് വരും. അതായത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാം നശിക്കുമെന്ന ആ തീം നമുക്ക് കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.